എന്നിട്ട് എം അക്ബർ ഒളിവിലാണ്. ഇത് അതിഭീകരമായ ഒരു കഥ നമുക്ക് മുന്നിൽ രൂപപ്പെടുകയാണ്. എം അക്ബർ എന്ന് പറയുന്ന ആൾ ഒളിവിലാണ്. ആര്? കഴിഞ്ഞ ആഴ്ച 4 ദിവസം മുമ്പ് ദുബായിൽ നിന്ന് പ്രോഗ്രാം ലൈവായി സ്വന്തം ഫേസ്ബുക്കിൽ ഒഫീഷ്യലായി ടെലികാസ്റ്റ് ചെയ്ത ആൾ, അയാൾ ഒളിവിലാണ് പോലും. അയാൾ ഒളിവിലാണ്. നമ്മുടെ മനസ്സിൽ ഇത് എന്ത് തരം ചിത്രമാണ് നിർമ്മിക്കുന്നത്? തോറോ ബോറോ കുന്നുകളിൽ ഉസാമ ബിൻ ലാദനെ പോലെ ഒരു ഗുഹയിൽ ആയുധങ്ങളുമായി അടയിരിക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രത്തിലേക്ക് അദ്ദേഹത്തെ വരച്ചു വെക്കാനുള്ള ശ്രമം. അല്ലാതെ എന്ത്? ഇവിടെ നിങ്ങൾ പരിശോധിക്കുക, ഒളിവിലാണ് പോലും. അദ്ദേഹം ഖത്തറിലാണ്. അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നവർ ചിരിച്ച് മണ്ണ് കപ്പും. അദ്ദേഹം ഖത്തറിൽ പോകാന്ന് പറഞ്ഞാൽ, അദ്ദേഹം UAE പോകാന്ന് പറഞ്ഞാൽ, സൗദിയിൽ പോകാന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയാണോ? എം അക്ബറിനെ അറിയുന്ന ആരാണ് അതൊരു വാർത്താ മൂല്യമുള്ള ഒരു പ്രസ്താവനയായി വിശ്വസിക്കുക? അദ്ദേഹം നിരന്തരമായി വിദേശത്ത് പോകുന്നയാൾ. കഴിഞ്ഞ 1 വർഷത്തോളമായി ഖത്തറിൽ NRI വിസ പ്രകാരം ബഹുഭൂരിപക്ഷം സമയവും അവിടെ തന്നെ ചെലവഴിക്കുന്ന ആൾ. ഇവിടെ ഉണ്ടായ പുകിലുകളല്ല അതിനുശേഷം ഉണ്ടായതാണ്. ഇവിടെ ഈ വസ്തുതകളെ മറച്ചു വെച്ച് പുതിയൊരു വ്യാകരണവും പുതിയൊരു ഭാഷയും ഇവിടെ നിർമ്മിക്കുന്നു. ആ വ്യാകരണവും ഭാഷയും പ്രകാരം എം അക്ബറിന്റെ മുഖം ഇപ്പോ പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന, എന്നാൽ പോലീസുകാർക്ക് പിടികൊടുക്കാതെ വളരെ സമർത്ഥമായി ഒളിജീവിതം നയിക്കുന്ന ഗൾഫിലേക്ക് കടന്നു എന്നാണ്. ഗൾഫിലേക്ക് പോകല്ല, ഗൾഫിലേക്ക് കടന്നു എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കടന്നു എന്നെല്ലാം പറഞ്ഞാൽ ഒരാള് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം തമാശയായി എഴുതിയത് കേരളത്തിൽ നിന്ന് 10,000-ഓളം യുവാക്കൾ ഗൾഫിലേക്ക് കടന്നു ഒളി ജീവിതത്തിൽ നിന്ന്. കാരണം ഇവിടുന്ന് ജോലിക്ക് വേണ്ടി പോയ 10,000-കണക്കിന് യുവാക്കൾ അവിടെ ഉണ്ട്. അവരവിടെ നിയമാനുസൃതം രേഖകളും പാസ്പോർട്ടും എല്ലാം ആയിട്ട് ജീവിക്കുന്നതാണ്. അത് അവരവിടെയാണ് എന്ന് അവിടുത്തെ ഗവൺമെന്റിനും അറിയാം, ഇവിടുത്തെ ഗവൺമെന്റിനും അറിയാം. എന്നിട്ട് ഒളിവ് ജീവിതം നയിക്കുന്ന ഒരു ഭീകരൻ, പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൊടും കുറ്റവാളി, ഈ മുഖം അദ്ദേഹത്തിന് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾക്ക്. ഈ കഥയൊന്നും വെറുതെ കിട്ടിയതല്ല.